ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. ആറ്റുഭാഷയിലെ പാവം ദേവനാരായണൻ തിരുമേനിക്ക് അഹങ്കാരിയായ ഒരമ്മയുണ്ട്, സുകുമാരി മുത്തശ്ശിയും കൊച്ചുമകൾ പ്രിയങ്കയും ചേർന്ന് വരുണിനെ പറ്റിച്ച് 25 കോടി രൂപയായിട്ട് പടം പിടിച്ചിരിക്കുക. ആ പടത്തിന്റെ ഉദ്ഘാടനം പറയാനായിട്ട് ആറ്റുവാശയിലോട്ട് മുത്തശ്ശിയും കൊച്ചുമോളും വന്നിരിക്കുക. എടാ ദേവാ, നിന്റെ ദാരിദ്ര്യപ്പലകയിലിരുന്നേ ആഹാരം കഴിച്ചിരുന്ന സുകുമാരി അല്ല ഞാനിന്ന് ലോകം അറിയപ്പെടുന്ന ഫിലിം പ്രൊഡ്യൂസർ സുകുമാരി. ദേവനാരായണൻ തിരുമേനിയോട് യശോദയോടും നമ്മുടെ രാധികയോടും ഒക്കെ പറയുന്നുണ്ട് വലിയ വീമ്പിളക്കി. എന്നിട്ട് ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് പറയുന്നു, ഈ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് തരാൻ വന്നതല്ല, നിങ്ങളെ പടം കാണണമെങ്കിൽ തിയേറ്ററിൽ കാശ് കൊടുത്തു വന്ന് കണ്ടോണം. പിന്നെ ഞാൻ വന്നതേ നിന്നെ ഒന്നും വിളിക്കാനുമൊന്നുമല്ല, പ്രിയങ്കയും സുകുമാരിയും വളർന്ന് എവിടെ വരെ എത്തിയെന്നൊന്ന് അറിയിക്കാന്. അഹങ്കാരം തലയ്ക്ക് പിടിച്ച പ്രിയങ്ക പറയുക, എൻ്റെ പടം കാണണമെങ്കിൽ തിയേറ്ററിൽ ചെന്ന് കാശ് കൊടുത്ത് വേണം കണ്ടോണം. എടാ ദേവാ, പിന്നൊരു കാര്യം, അത് നമ്മുടെ പ്രിയങ്ക മോളല്ലേ, നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കാം എന്നൊന്നും വിചാരിച്ച് വന്നേക്കരുത്. പിന്നെ ഒരു കാര്യം, അടുത്ത ദിവസം ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, എൻ്റെ കൊച്ചുമോൾ പ്രിയങ്ക പിന്നെ നിലത്തൂടുള്ള സഞ്ചാരമൊന്നും ഉണ്ടാവില്ല, വിമാനത്തിൽ നിന്നും വിമാനത്തിലേക്കുള്ള പോക്കായിരിക്കും. രാധിക ഇങ്ങനെ ചിരി അടക്കി പിടിച്ച് നിൽക്കുക. പാവം ദേവനാരായണൻ തിരുമേനിയുടെ മുഖം ഒന്ന് കാണണം. ഈ അല്പത്തരം പേരത്തെ ഈ അമ്മയും മകളെ എന്ത് ചെയ്യാനാ? അമ്മയായിപ്പോയല്ലോ ഇവര്. സുകുമാരി തള്ളുന്നതിനും ഒരതിരില്ലേ, ഒന്നൊന്നര തള്ളുന്ന. ഇപ്പൊ തന്നെ തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട് പ്രിയങ്ക. അത് പോരാഞ്ഞിട്ട് വേറെ ഏതോ ഒരു ഭാഷ, അത് ഏത് ഭാഷയാ മോളെ? ഭോജ്പൂരി. ആ പൂരിന്നും വിളിച്ചു. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ഇന്ത്യ രാജ്യം മുഴുവൻ എൻ്റെ മോളെ അങ്ങ് നോട്ടത്തിൽ വെച്ചിരിക്കുക. ഞങ്ങൾ പ്രിയങ്കയുടെ ബന്ധുവാണ്, ഞങ്ങൾ പ്രിയങ്കയുടെ അച്ഛനും അമ്മയാണ്, ഞാൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്ന ചേച്ചിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാൻ ചിലർക്കൊക്കെ ചിലപ്പോൾ കൊതി കണ്ടേക്കും. പക്ഷെ ഈ നിൽക്കുന്നവൻ ആരെങ്കിലും ഒരാളെങ്കിലും ആരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ആ നാവ് ഞാനങ്ങ് പിഴുതെടുക്കും. ഞങ്ങൾക്കിനി ഇങ്ങനൊരു ബന്ധുക്കളില്ല. ഈ വീട്ടിൽ എന്ത് വിശേഷം നടന്നാലും ഞങ്ങളെ തിരക്കി അങ്ങ് വന്നേക്കരുത്. അതിന് ഇവിടെ ആരെങ്കിലും ചത്താലും വേണ്ട, ജീവിച്ചാലും വേണ്ട. നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ. സുകുമാരി മുത്തശ്ശിയുടെ തള്ളങ്ങോട്ട് നിർത്തിയപ്പോൾ തണ്ട കൊച്ചുമോൾ തള്ളാൻ തുടങ്ങി. സിനിമയിൽ നിന്ന് സിനിമയിലേക്ക് തിരക്കിനിടയിലേ ഒരുപക്ഷെ നമുക്കിനി കാണാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് അവസാനമായി എല്ലാരെയും ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതിയത്. മോളെ പ്രിയങ്ക, പറ്റിച്ചുണ്ടാക്കിയ കാശ നിലനിൽക്കില്ല, അതുടനെ നിലത്ത് വീഴും. നീ തറയിലെങ്ങാണം നിൽക്കടി. പിന്നെ വേണമെങ്കിലൊരു കാര്യം പറയാം, അവൾ ആറ്റുവാശ്ശേരിയിൽ വളർന്നവളാണെന്നോ അവൾക്ക് കുഞ്ഞുനാളിലെ വലിയ കഴിവുകൾ ഉണ്ടായിരുന്നെന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പിടിച്ചു നിൽക്കാൻ നോക്ക്. അല്ലേ മുത്തശ്ശി, ജീവിച്ചു പൊയ്ക്കോട്ടെ. ഇങ്ങനൊരു മകൾക്കാണല്ലോ ജന്മം കൊടുത്തോന്നോർത്ത് പാവം ആ അച്ഛനും അമ്മയും നിന്ന് വിഷമിക്കുവാണ്. മോളെ, എന്നാൽ നമുക്കിനി ഇറങ്ങിയാലോ? മോളെ, ഇനി നമ്മൾ ചെന്നിട്ട് നടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എന്താ അത്? മുത്തശ്ശി, അത് പ്രസ് കോൺഫറൻസ്. ആ അതെ, പ്രസ് കോൺഫറൻസ്. അവിടെ ആണെങ്കിൽ ഞങ്ങളെ ആളുകൾ കാത്തിരിക്കുക. ആളുകൾ മാത്രമല്ല, ക്യാമറയുണ്ട്. എളുപ്പം ചെല്ല്, തല്ലി മേടിക്കാനുള്ളതല്ലയോ? എൻ്റെ പ്രിയങ്ക മോളെ, ഇതൊക്കെ പറഞ്ഞ് ഇവർക്ക് വല്ലതും മനസ്സിലാവോ? ഈ ആധാർ കാർഡ് എടുക്കാൻ വേണ്ടി മാത്രമല്ല ഇവരൊക്കെ ക്യാമറ കണ്ടിട്ടുള്ളൂ. ആറ്റുവാശ്ശേരി സുകുമാരി, ഇത്രയ്ക്ക് വേണോ? ഈ സിനിമ എന്താണോ, സിനിമ ക്യാമറ എന്താണോ വല്ലതും ഇവർക്കെങ്ങാണോ അറിയാവോ? ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും അവസാനത്തെ തള്ളാണ് സുകുമാരി സഹിക്കാൻ വയ്യത്. ഇത്രയും കാലം ഇവരോടൊക്കെ കഴിഞ്ഞെന്നോർക്കുമ്പോഴാണ് ഏറ്റവും വലിയൊരു അപമാനം ചാകുന്നവരെ. സുകുമാരിക്ക് വലിയൊരു ആക്ഷേപമായിരുന്നു ദേവനാരായണൻ തിരുമേനിയുടെ ആറ്റുവാശ്ശേരിയിൽ ജീവിച്ചത്. മോളെ, നീ വണ്ടിയിലോട്ട് കയറി, നമുക്ക് പോയി നിങ്ങളോടൊക്കെ സംസാരിച്ച് നിൽക്കാതെ. അങ്ങനെ സുകുമാരി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നെകളിച്ച് കൊച്ചുമോളുമായിട്ട് കാറിൽ കയറി പോവുക. ഇത്രയൊക്കെ അമ്മുമ്മയും കൊച്ചുമോളും വന്ന് കുന്തളിപ്പൊക്കെ കാണിച്ചിട്ടും നമ്മുടെ രാധിയെ ഒരക്ഷരം വേണ്ടിയില്ല. രാധികയ്ക്ക് നന്നായിട്ടറിയാം, അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുവല്ലോ, അതുതന്നെയാ ഇതെന്ന്. ദേവനാരായണൻ മനംനൊന്ത് പറയുക, അഹങ്കരിക്കുന്നെങ്കിലും ഇങ്ങനെ അഹങ്കരിക്കരുത്. ഇവരേറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിലും ഇവർക്ക് നന്മ വരുതെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയില്ലേ? അതാണ് അവരുടെ പെരുമാറ്റത്തിൻ്റെ ഗുണം. യശോദ പറയാ, എൻ്റെ ദേവേട്ട, അമ്മയ്ക്ക് പ്രായം കൂടുന്തോറും അമ്മയുടെ സ്വഭാവം ദുഷിച്ചു വരുവാണല്ലോ, ഇതിനി എവിടെ ചെന്ന് നിൽക്കുവോ? രാധിക പറയാം, എൻ്റെ അമ്മേ, അവരിനി ഇങ്ങോട്ട് വരില്ലെന്നല്ലേ പറഞ്ഞത്? അത്രയും ശല്യം ഒഴിവായി കിട്ടുമല്ലോ. മോളെ, ഭൂമി ഉരുണ്ടിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഒരുപാട് കറങ്ങത്തതും ഒന്നുമില്ല, തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ വരും. ഇത് ശാപമൊന്നുമല്ല, നടക്കാൻ പോകുന്ന കാര്യം സത്യമായിട്ട് പറഞ്ഞെന്നേ ഉള്ളു. ഈ സമയം നമ്മുടെ വരുൺ SS ഗ്രൂപ്പിലോട്ട് ഇന്റർവ്യൂവിന് വന്നിരിക്കുക. ഇതെന്ത് ചതിയാണെന്നറിയില്ല. വരുണോട് ആപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു ഒന്നും അറിയില്ല. പാവം വരുൺ ചതിയാണോ എന്തോന്നറിയാതെ അങ്ങോട്ട് ഓടി ചെല്ലുവാണ്. വരുൺ അങ്ങനെ ഓഫീസിനകത്ത് വന്നപ്പോൾ ഓരോരുത്തരും അവരവരുടെ ജോലിയിൽ മുഴുകിയിരിക്കുക.
വരുൺ പെട്ടെന്ന് തന്നെ ആരാണ് ഇന്റർവ്യൂവിന് വിളിച്ചതെന്നറിയാൻ വേണ്ടി ഫോൺ ചെയ്യുന്നു. അപ്പോഴൊരു പെൺകുട്ടി കണ്ടോട്ട് വരുണിൻ്റെ അടുത്തോട്ട് വരുവാണ്. ഹായ് സാർ, ഞാൻ കാർത്തികയാണെന്ന് പറയുന്നു. വരുണാണെന്ന് വരുണും പരിചയപ്പെടുത്തുന്നു. താമസിച്ചാണ് വന്നതെന്ന് വരുണിന് മനസ്സിലായി. വരുൺ പറയുന്നുണ്ട്, ഐ ആം സോറി, വഴിയിൽ വെച്ചൊരു കുട്ടിക്ക് ആക്സിഡന്റ് ആയി, അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ഇന്റർവ്യൂ അത് സാരമില്ല. ഇന്നത്തെ ദിവസം ഇന്റർവ്യൂവിന് 3 പേരാണ് വരേണ്ടിയിരുന്നത്. 2 പേര് വന്നു, അവരുടെ ഇന്റർവ്യൂ കഴിഞ്ഞു. അവരിപ്പോഴും വെയിറ്റിംഗിലാണ് സാർ. നമുക്ക് ഇന്റർവ്യൂ റൂമിലോട്ട് പോകാം. അയ്യോ, ഞാൻ കരുതി ഇന്റർവ്യൂ ടോട്ടലി കഴിഞ്ഞു. ഇല്ല സാർ, വരൂ. അങ്ങനെ കാർത്തിക വരുണിനെ ഇന്റർവ്യൂ റൂമിലോട്ട് കൊണ്ടുവന്നു. 3-4 ഓഫീസേഴ്സ് അവിടെ ഇരിപ്പുണ്ട്. എപ്പോഴത്തെ ഫോർമാലിറ്റി പോലെ ഗുഡ് മോർണിംഗ്, ടേക്ക് യുവർ സീറ്റും ഒക്കെ നടക്കുന്നുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വില പിടിച്ചത് എന്താണ് വരുൺ? സാറേ, അത് സമയമാണ്. അപ്പോൾ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരാളെ ഇക്കാര്യത്തിൽ സ്യൂട്ടാണെന്ന് പറയാൻ പറ്റുമോ? ആ ചോദ്യത്തിന് മറുപടി പോലെ വരുൺ നഷ്ടപ്പെടുത്തുന്നതിന് പറയാൻ പറ്റില്ല സാർ. സമയം നഷ്ടപ്പെടാൻ എന്താണോ കാരണം അതുകൂടി റിലേറ്റഡ് ആണ് സാർ. അയ്യോ, ഒരു ലേഡി സ്റ്റാഫ് ഉടനെ യു ആർ ലേറ്റ് ഹാഫ് ആൻ അവർ. നിങ്ങൾക്ക് അരമണിക്കൂറിന്റെ വില എന്താണെന്ന് അറിയാമോ? വരുൺ വിട്ടുകൊടുക്കുവോ? ഇന്നത്തെ അരമണിക്കൂറിന്റെ വില എനിക്ക് കൃത്യമായിട്ട് അറിയാം സാർ. റോഡിലൊരു പെൺകുട്ടി ആക്സിഡന്റ് ആയി വീഴുന്നതും അവളെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന്റെയും അവൾക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിന്റെയും വില അത് എത്രയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വരുൺ അങ്ങനെ പറഞ്ഞപ്പോൾ മറ്റൊരാൾ, റോഡ് ആക്സിഡന്റ് ഈസ് കോമൺ, പക്ഷേ കൃത്യനിഷ്ഠയുള്ള ഒരാൾ അതെല്ലാം മറികടന്ന് പോകേണ്ടതല്ലേ? വരുൺ പറയാം, വരാം സാർ, ഈസി ആയിട്ട് വരാം. സ്വന്തം സഹജീവികളോട് കണ്ണടയ്ക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്കത് സാധിക്കില്ല. ഇനി അതിന്റെ പേരിൽ പുതിയ ലോകത്തിന് സ്യൂട്ട് അല്ലെങ്കിൽ ഞാൻ അതിൽ അഭിമാനിക്കേ ഉള്ളൂ. ഇനി വരുണിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ മിസ്റ്റർ വരുൺ, നമുക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് വരുൺ ഇന്റർവ്യൂവിനായിട്ട് കൊണ്ടുവന്ന ഫയൽ അവരുടെ കയ്യിലോട്ട് കൊടുക്കുവാണ്. വരുണിന്റെ ഫയൽ അവർ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് വരുണിനോട് എന്തൊക്കെയോ ചോദിക്കുന്ന വരുൺ ഉത്തരവൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 3 പേരുടെയും ക്വസ്റ്റ്യൻസും ആൻസറും ഒക്കെ കഴിഞ്ഞിട്ട് ഒരാൾ പറയുന്നു, വെളിയിൽ വെയിറ്റ് ചെയ്യാൻ, ഞങ്ങൾ വിളിക്കാം. ഓക്കെ സാർ പറഞ്ഞ് വരുൺ പുറത്തു വന്നിരിക്കുവാണ്. എന്നിട്ട് നമ്മുടെ വരുൺ രാധികയെ വിളിക്കുന്നുണ്ട്. രാധിക വളരെ സന്തോഷത്തോടെ, എന്താ ഇന്റർവ്യൂവിന് പോയിട്ട്? ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഇനി എന്താവുമെന്നൊക്കെ അറിയില്ല. വരുൺ ഇറങ്ങി അവിടുന്ന്. ഇല്ലില്ല, എന്നോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ചിലപ്പോഴവരിപ്പോൾ തന്നെ റിസൾട്ട് പറയുമായിരിക്കും. എൻ്റെ വരുണിന് കിട്ടും, അത് ഉറപ്പാ. രാധിക, ഇന്ന് തന്നെ 2-3 പേരെ ഇന്റർവ്യൂ കഴിഞ്ഞെന്നാ പറഞ്ഞത്. ഇനി എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ പോട്ടെ, അല്ലാതെ എന്ത് ചെയ്യാന്? എൻ്റെ വരുണിനെ യാത്രയാക്കിയിട്ട് ഞാൻ കൃഷ്ണന്റെ മുന്നിൽ തന്നെ വന്നിരുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്നു. എന്ന് പറഞ്ഞാൽ കൃഷ്ണനൊരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല എൻ്റെ പെണ്ണ്, അല്ലേ? ഇനി സമാധാനം കൊടുക്കില്ല ഞാൻ. എൻ്റെ ഭർത്താവിന് നല്ല ഒരു പൊസിഷൻ ആക്കിയില്ലെങ്കിലേ കൃഷ്ണനിന് സമാധാനം വേണ്ടാന്ന് ഞാനങ്ങ് തീരുമാനിക്കും. അപ്പോൾ വരുണിനെ അകത്തോട്ട് വിളിക്കുന്നുണ്ട്. രാധികെ, എന്നെ അകത്തോട്ട് വിളിക്കുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാവേ എന്നും പറഞ്ഞ് വരുൺ ഫോൺ കട്ട് ചെയ്യുക. സാർ അകത്തോട്ട് ചെന്നോളൂ എന്നാ കാർത്തിക പറയുന്നുണ്ട്. വരുൺ അകത്തോട്ട് പോകുമ്പോൾ അവൾ വരുണിനെ ഒരു നോട്ടം നോക്കുന്നു. ഒരു വല്ലാത്ത കളിയാക്കൽ പോലൊരു ചിരിയും. ഇവിടെ എന്തോ ഒരു ചതി നടക്കാൻ പോകുന്നു എന്നർത്ഥം. വരുൺ അങ്ങനെ എക്സ്ക്യൂസ് മീ ഒക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് കയറി ചെല്ലുക. വരുൺ, ഞങ്ങൾ മാനേജ്മെന്റുമായി ഡിസ്കസ് ചെയ്തു. വരുണിന്റെ പെർഫോമൻസിൽ വി ആർ സാറ്റിസ്ഫൈഡ് ആൻഡ് യു ആർ സെലക്റ്റഡ്. എന്ത് പറയണമെന്നറിയാതെ പാവം നമ്മുടെ വരുൺ സന്തോഷവും സങ്കടവും കലർന്ന് താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് എന്ന് പറയുവാണ്. ദാണ്ട ഇതിൽ അപ്പോയിന്റ്മെന്റ് ഓർഡറും സാലറി പാക്കേജും ഉണ്ട് എന്നും പറഞ്ഞൊരു കവറും കൊടുക്കുന്നുണ്ട് വരുണിന്. ഓൾ ദി ബെസ്റ്റ്. പാവം വരുൺ അങ്ങ് കരയുവാണ്, താങ്ക് യു വെരി മച്ച് എന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ വരുൺ 3 പേർക്കും താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മുടെ വരുണിന് ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യ. പുറത്തോട്ട് വന്ന് അവർ കൊടുത്ത ആ കവറും നോക്കി ഇങ്ങനെ വരുൺ സന്തോഷത്തോടെ നിൽക്കുവാണ്. പാവം വരുൺ. ഒരു പക്ഷേ ഇതാ സാറയുടെ ചതിയാണോ? ഇനി ആ സോന വഴിയിൽ വെച്ച് അടിയുണ്ടാക്കിയ സോനയുടെ കമ്പനിയോ മറ്റോ ആണോ? എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നതെന്നും അറിയില്ല. നമ്മുടെ ശങ്കർജിയുടെ ആശ്രമത്തിൽ അന്തേവാസി ഓരോരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മുടെ ശ്യാമ മീനാക്ഷിക്കുട്ടിയുടെ കളിയും നോക്കി ഇരിക്കുന്നു. അപ്പോൾ രാധിക ഒരമ്മയെ ആശ്രമത്തിലാക്കിയല്ലോ, ആ അമ്മേനെ രാധിക വിളിക്കുന്നു എന്നും പറഞ്ഞൊരു ഫോൺ കൊണ്ടുവന്നൊരു സ്ത്രീ കൊടുക്കുന്നുണ്ട്. വളരെ സങ്കടവും സന്തോഷത്തോടെ അമ്മ പറഞ്ഞു, ദൈവമേ, ആ കുട്ടി എന്നെ ഓർത്തോ, ഇങ്ങി തരുവോ ഫോൺ? മോളെ, ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്നിങ്ങനെ സന്തോഷത്തോടെ അമ്മ പറയുക. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഞാൻ വിളിക്കും, അമ്മയുടെ വിശേഷങ്ങൾ അന്വേഷിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ മോളെ. പലരും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മുന്നിൽ കൂടെ നടന്നു പോയിട്ടുണ്ട്. പിന്നീടാണെങ്കിലോ ഒരിക്കലും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ആ കൂട്ടത്തിൽ മോളുടെ വാക്ക് ഞാൻ പെടുത്തിപ്പോയി, ക്ഷമിക്കണം മോളെ. അതൊന്നും സാരമില്ല. അമ്മയ്ക്ക് അവിടെ സുഖമാണോ? സുഖമാ മോളെ. ഇവിടെ ആണെങ്കിൽ എന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും എന്നെപ്പോലെ സങ്കടങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നവർ തന്നെയാ. പിന്നെ എന്ത് ചെയ്യാനാ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടങ്ങളൊക്കെ പങ്കുവെച്ച് അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോന്നു. അതും ഒരു രസമല്ലേ മോളെ. ഞാൻ അമ്മയെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം കുറച്ച് തിരക്കാ, അതൊന്ന് ഒതുങ്ങിയിട്ട് ഞാൻ വരാം. അത് മതി മോളെ, പതുക്കെ വന്നാൽ മതി. അമ്മയ്ക്ക് കാത്തിരിക്കാൻ ഇപ്പോൾ ഒരു കാരണം ഉണ്ടല്ലോ.
അമ്മ പ്രസവിച്ച മക്കളെക്കുറിച്ച് അങ്ങനെ ഒരു കാത്തിരിപ്പില്ല. അമ്മയ്ക്ക് അവിടെ ആരാ കൂട്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ ഏഞ്ചൽ മേരി ഉണ്ട്. ഏഞ്ചൽ മേരി അമ്മ, അത് നല്ല പേരാണല്ലോ. ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരാളാണെന്നാ തോന്നുന്നത്. സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പാവം രാധികയെ, നിന്റെ അമ്മയെക്കുറിച്ചായി പറയുന്നത്. മോൾക്ക് ഏഞ്ചൽ മേരിയോട് സംസാരിക്കണോ? സംസാരിക്കണം. അമ്മയൊന്ന് കൊടുക്ക്. അമ്മയെ നന്നായിട്ട് നോക്കണേന്ന് ഞാനൊന്ന് പറഞ്ഞേക്കാം. അയ്യോ, അതൊന്നും വേണ്ട മോളെ. ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഏഞ്ചലിന് സന്തോഷമാവും. അതുകൊണ്ട് ഞാൻ കൊടുക്കാം മോളെ ഫോണ്. ഏഞ്ചലെ, ഞാനൊന്ന് പറഞ്ഞില്ലേ എന്നെ രക്ഷിച്ച് ആശുപത്രി കൊണ്ടുവന്ന ഒരു കുട്ടിയെക്കുറിച്ച്. കുട്ടി എൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ ഏഞ്ചലിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ മോളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ ശ്യാമ അങ്ങനെ രാധികയോട് സംസാരിക്കാനായിട്ട് ഫോൺ ഇങ്ങനെ എടുക്കുകയും ആ മീനാക്ഷി അവിടെ വീഴുന്നു. അയ്യോ എൻ്റെ മോളെ എന്നും പറഞ്ഞ് ആ ഫോൺ അവിടെ ഇട്ടിട്ട് ശ്യാമ ഓടുക. പക്ഷേ രാധിക ആ ശബ്ദം കേട്ടപ്പോൾ അവളുടെ അമ്മയുടെ ശബ്ദമായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. ആ അമ്മ എന്നിട്ട് രാധികയോട് പറയാം, മോളെ ഞാൻ പറഞ്ഞില്ലേ ഏഞ്ചൽ, ആ ഏഞ്ചലിൻ്റെ മോൾ അവിടെ ഒന്ന് തെന്നി വീണു. അത് നോക്കാൻ വേണ്ടി പോയതാ. അമ്മ പറഞ്ഞത് നേരാ. ആ സംസാരത്തിലൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ മോളേന്ന് വിളിച്ചില്ലേ? ആ ശബ്ദം ഞാൻ കേട്ടിട്ടുള്ളത് പോലെ. നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ അത് നമ്മളുടെ ഏറ്റവും അടുത്ത ആളാണെന്ന് നമുക്ക് തോന്നും മോളെ. എന്തായാലും മോൾ ഇനി വിളിക്കുമ്പോഴേ ഏഞ്ചലിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അമ്മ, ഞാൻ ആ കെയർടേക്കറിൻ്റെ കയ്യിൽ എൻ്റെ നമ്പർ കൊടുത്തേക്കാം. അമ്മയ്ക്ക് എന്നെ എപ്പോൾ വിളിക്കണമെന്ന് തോന്നിയാലും അവരോട് പറഞ്ഞാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ശങ്കർജിയോട് പറഞ്ഞാൽ കൂടെ മതി. ആയിക്കോട്ടെ മോളെ, ഇനി എന്നോട് ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കട്ടെ. ഞാൻ പറയും ഒരു മോളുണ്ടെന്ന്, പേര് രാധികയാണെന്ന്. എന്നാ ശരി മോളെ എന്നും പറഞ്ഞൊരു ഫോൺ കട്ട് ചെയ്തെങ്കിലും രാധികയുടെ മനസ്സിൽ ആ ശബ്ദം ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം ആറ്റുപാശ്ശേരി ഇതാണ്ട് ദേവനാരായണൻ തിരുമേനിയും ജയഭാരതി അമ്മയും യശോദയും എല്ലാവരും ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് അങ്ങനെ ഇരിക്കുക. രാധിക വന്നിട്ട് ചോദിക്കും, ഇതെന്താ 3 പേരും ഒന്നും മിണ്ടാതിരിക്കുന്നത്? വരുൺ വരാറായോ മോളെ എന്ന് ജയഭാരതി അമ്മ ചോദിക്കുക. അറിയില്ല മുത്തശ്ശി, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു. പിന്നീട് അവിടെ തിരക്കാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചില്ല. ഇന്റർവ്യൂ ഭംഗിയായിട്ട് ചെയ്തെന്നല്ലേ മോളെ പറഞ്ഞത്? അതെ അച്ഛാ, വരുൺ ചെയ്യേണ്ടതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യും. പിന്നെ അവിടെ കൂടിയിരിക്കുന്നവർ കൂടെ തോന്നണ്ടേ അച്ഛാ? യശോദ പറയും, ആലോചിച്ച സങ്കടം തോന്നും. എങ്ങനെ നടന്നിരുന്നതാ? ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ ആ കൊച്ചിന്റെ? അപ്പോൾ വരുൺ അങ്ങോട്ട് വരുന്നുണ്ട്. മുഖത്തൊരു മൗനം, ഒരു സങ്കടം, ഒരു ദേഷ്യമൊക്കെ പോലെ. എന്ത് പറയണമെന്നറിയാം രാധിക. ഇവിടെ എല്ലാവരും വരുണിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. രാധിക അങ്ങനെ പറഞ്ഞിട്ടും വരുൺ മൈൻഡ് ചെയ്യാതെ മുഖം ഒരുമാതിരി വീർപ്പിച്ച് ദേഷ്യത്തോടെ അകത്തോട്ട് പോവുക. ഇതൊക്കെ വരുണിൻ്റെ ട്രിക്സ് ആണെന്ന് രാധികയ്ക്ക് അറിയില്ലല്ലോ. എല്ലാവരും ഇങ്ങനെ വരുണിനെ കാത്തിരിക്കുക. വരുൺ അങ്ങോട്ട് വന്ന് ആരോടും ഒന്നും മിണ്ടാതെ ആ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ഇരുന്നിട്ട് പെട്ടെന്ന് ബാഗ് തുറന്നിട്ട് ഒരു പാക്കറ്റ് എടുത്ത് രാധികയുടെ കയ്യിലോട്ട് കൊടുക്കുക. എന്നിട്ട് വരുൺ ആകെ സങ്കടത്തോടെ തലയ്ക്ക് കയ്യും കൊടുത്തിങ്ങനെ ഇരിക്കുക. എല്ലാവരും അത് കണ്ട് സങ്കടത്തോടെ നോക്കുക. എല്ലാ പ്രതീക്ഷകളും പോയല്ലോ എന്നൊരു സങ്കടം എല്ലാവരുടെയും മുഖത്ത്. കാരണം ഒരു ചെറിയ കള്ളച്ചിരിയോടെ അവരുടെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ജോലി കിട്ടി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല ശമ്പളമാണ്. രാധിക പെട്ടെന്ന് ആ കയ്യിലെന്നെ കവർ പൊളിച്ച് നോക്കുമ്പോൾ അതിൽ സ്വീറ്റ്സ്. ഭയങ്കര സന്തോഷത്തോടെ അമ്മേതാണ്ട് സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. മുത്തശ്ശി സ്വീറ്റ്സ് എടു, ദേവനാരായണൻ ഷുഗറുണ്ട് മോളെ, എന്നാലും എനിക്കൊരു ഇത്തിരി വേണം എന്നും പറഞ്ഞ് തിരുമേനി എടുക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ ആ സ്വീറ്റ്സ് കഴിക്കുവാണ്. ദേവനാരായണൻ ചോദിക്കുന്നത്, ഈ നല്ല ജോലിയാണെന്ന് പറഞ്ഞിട്ട് എന്തിനാ മുഖത്ത് ഈ മൗനം? എന്തൊക്കെയാ മോനെ നീ കാണിക്കുന്നത് എന്ന് മുത്തശ്ശിയും ചോദിക്കുക. അത് കൊള്ളാം മുത്തശ്ശി, അല്ലാതെ അങ്ങോട്ട് കയറി പറഞ്ഞ് ഈ സസ്പെൻസ് കിട്ടുമോ? നമ്മൾ ജയിച്ചു മുത്തശ്ശി, മുത്തശ്ശിയുടെ മോന് ജോലി കിട്ടി. അപ്പോഴീ വേഷം കെട്ട് കാണിച്ച് ഞങ്ങളെ പറ്റിക്കുമായിരുന്നല്ലേ? രാധിക ചോദിക്കുക. ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്തു. എന്നാലും ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലായിരുന്നു. ഏതെങ്കിലും വിധത്തിൽ തട്ടിപ്പോകുന്നൊരു വിചാരം എനിക്കുണ്ടായിരുന്നു. പോരാത്തിനൊരു MD വരാനുണ്ടെന്ന് അവർ പറയുകയും ചെയ്തു. പക്ഷേ MD വന്നില്ല. അവർ ഫോണിൽ കൂടെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് അങ്ങനെ കാര്യം സോൾവായി. എൻ്റെ ദൈവമേ, ആ MD ഒന്നീ സാറയായിരിക്കും, ഒന്നിയിലല്ലെങ്കിൽ ആ സോനയായിരിക്കും. ജയഭാരതിയമ്മ ആകാംക്ഷയോടെ ചോദിക്കുന്നു, എന്ത് പോസ്റ്റാ മോനെ? കണിമംഗലം ജയഭാരതിയമ്മയുടെ കൊച്ചുമോനെ, കുറഞ്ഞിട്ടൊന്നുമില്ല, മാനേജർ പോസ്റ്റാ. എൻ്റെ ഭഗവാനെ, മനസ്സിൻ്റെ വേദന ഇപ്പോഴാവുന്നു കുറഞ്ഞത് എന്നിങ്ങനെ ദേവനാരായണനും വിളിച്ച് ദൈവത്തെ വിളിച്ച് പറയാം. ദൈവമേ, ഈ വീട്ടിലെ സന്തോഷം എത്ര നേരം ഉണ്ടാവും? ഇവരുടെയൊക്കെ മുഖത്തെ ആ സന്തോഷവും പ്രതീക്ഷയും കാണുമ്പോൾ പാവം വരുൺ വീണ്ടും ചതിക്കപ്പെട്ടോ എന്നറിയില്ല. നമ്മുടെ രാധിക വരുണോട് പറയാം, ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ 1 ടിൻ വിളക്കെണ്ണ എനിക്ക് മേടിച്ചു തരണം. എന്തിനാണെന്നറിയോ? അതെനിക്കറിയില്ലേ, തൻ്റെ ഭഗവാന് വിളക്ക് വെക്കാനല്ലേ. ആ വിളക്കങ്ങനെ കത്തിക്കോട്ടെ. എനിവേ, എല്ലാവർക്കും താങ്ക് യു എന്നിങ്ങനെ സന്തോഷത്തോടെ വരുൺ പറയുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ സന്തോഷം നിലനിൽക്കട്ടെ, ഈ സന്തോഷം കെടുത്താതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പക്ഷേങ്കിൽ അത് സാറയോ സോനയോ ആയിരിക്കാനാണ് ചാൻസ്. അവർ വരുണിനെ ഏതെങ്കിലും ഊരാക്കുടുക്കിൽ കൊണ്ട് ചാടിക്കാതിരുന്നാൽ മതി. മാന്യമായിട്ട് പറഞ്ഞു വിട്ടാലും ആ പാവങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളും. എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നതെന്നൊക്കെ നാളത്തെ റിവ്യൂ കാണാം.
എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.